നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും ആശംസകളും അഭിനന്ദനങ്ങളും. സഖാവ് കുഞ്ഞാലിയുടെ രക്തസാക്ഷി ദിനമാണെന്ന്. രാഷ്ട്രീയത്തിൽ വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ, പശ്ചാത്തലമില്ലാതെ പെട്ടെന്ന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്ന നേതാക്കളെ, ഹൃദയ യുവ നേതാക്കളെ, അതാത് പാർട്ടികളുടെ ഒരു പറ്റം കുബുദ്ധികൾ കൊല്ലപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാറുണ്ട്. അത് കുഞ്ഞാലിയുടെ മരണത്തിലും ചില കറുത്ത കൈകൾ ഉണ്ടായി. ഏതായാലും നല്ലൊരു മനുഷ്യനായത് സഖാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനം ഇന്ന് ആഘോഷിക്കുന്നു, നമ്മളതിൽ പങ്കുചേർന്നു. മറ്റൊന്ന് KS ചിത്രചേച്ചിയുടെ ജന്മദിനമാണ്. വാനമ്പാടി അവസാന കാലത്ത് ചില BJP സപ്പോർട്ട് ചെയ്തെങ്കിലും അവരുടെ ജന്മദിനമാണ്. ആ ജന്മദിനം ഞങ്ങൾ ആശംസകൾ. മറ്റൊന്ന് എൻ്റെ അടുത്ത സുഹൃത്ത്, മുസ്ലിം ലീഗ് നേതാവും ജമാഅത്ത് കൗൺസിൽ ഭാരവാഹിക്കായ മുട്ടം അബ്ദുള്ള. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. ഇന്ന് രാവിലെ 10 മണിക്ക് ചൂർണിക്കര മുട്ടം പള്ളി ഖബർസ്ഥാനത്തിൽ മാറുക, മണ്ണിലേക്ക് ചേർന്നു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ എല്ലാ പാവങ്ങളും പുറത്തു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. കാരണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അനുഭവിച്ചുള്ളൂ. ശക്തമായ മഴ പെയ്യുക. ഈ മഴവെള്ളമൊന്നും നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങാതെ അറബിക്കടലിലേക്ക് ഒലിച്ചു പോയി കടലിൽ എത്തിച്ചേരാണ്. ഇപ്പം ബാംഗ്ലൂരിൽ ജലക്ഷാമം നിങ്ങൾക്കറിയാം. ബാംഗ്ലൂരിൽ അശാസ്ത്രീയമായ ഫ്ലാറ്റ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം 93% നികത്തി ബിൽഡിംഗ് ആക്കിയതാണ്. ആ ജലക്ഷാമത്തിന് കാരണമായതുപോലെ നമുക്കും ബാധകമാണ്. കാരണം ഇപ്പോൾ പനമ്പള്ളി നഗർ, ഗിരിനഗർ, ഗാന്ധിനഗർ, സുഭാഷ് നഗർ, ജവഹർ നഗർ എന്ന എത്ര നഗറുകളാണ് നമ്മൾ മണ്ണിട്ട് നികത്തി പാടമല ചതുപ്പ് നിലായത് മണ്ണിട്ട് നികത്തി കേരളത്തിൽ പോലും, എറണാകുളത്ത് പോലും പണിതിരിക്കുന്നത്. അതിൽ ഒരു മഴ പെയ്ത് അപ്പോൾ വെള്ളക്കെട്ടുണ്ടാവും. എന്താ കാരണം? അല്ലെങ്കിൽ ആ ചെളിക്കൊണ്ട് നിറഞ്ഞു വരുമ്പോഴേക്കും മണിക്കൂർ പിടിക്കും. അങ്ങനെ മണിക്കൂർ ഇപ്പം മഴ മാറും, പിന്നെ മഴ വരുമ്പോൾ 3-4 മണിക്കൂർ പിടിക്കും. ആ വെള്ളം അബ്സോർബ് ചെയ്ത് പോകും ഭൂമിയിലേക്ക്. അതെല്ലാം നിരപ്പാക്കിക്കൊണ്ട് അവിടെ കെട്ടും. അത് നേരെ വെള്ളക്കെട്ട്. ഒരു മഴ പെയ്താൽ MG റോഡ് ഉൾപ്പെടെ കൊച്ചിയിൽ വെള്ളക്കെട്ടാണ്. അപ്പോൾ അത് അശാസ്ത്രീയമായ, യാതൊരു പ്ലാനിങ് ഇല്ലാത്ത കെട്ടിട നിർമ്മാണ ശൈലിയും രീതിയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കും ബാംഗ്ലൂരാകും. ഇപ്പം തന്നെ ആയിട്ടുണ്ട്. തന്നെയുമല്ല, ഇപ്പോൾ കർണാടകയിൽ നമ്മുടെ സുഹൃത്ത്, സ്നേഹിതൻ അപകടത്തിൽപ്പെട്ട് യാതൊരു വിവരവുമില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. നമുക്കിത് ബാധകമാണ്, നമുക്കിത് ശ്രദ്ധിക്കണം. കാരണം കേരളത്തിൽ പോലും അശാസ്ത്രീയമായ രീതിയിൽ വൻ മലകൾ വെട്ടിത്താഴ്ത്തി റോഡ് പണിതിട്ടുണ്ട്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും PWDയും ചേർന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിമാരകമായ അപകട മേഖലയാണെങ്കിൽ അവിടെ നിന്നെല്ലാം അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ ദുരിതപ്പെട്ടിട്ടോ സങ്കടപ്പെട്ട കാര്യമുണ്ടോ? ഇപ്പം തന്നെ എത്ര രൂപയാണ് അവിടെ ചിലവ്, അതിൻ്റെ വിവരം കിട്ടിയോ? നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് അപകടത്തിന് ഒഴിവാകാമായിരുന്നു. കാരണം പോലീസുകാർ അവർക്ക് അറിയിപ്പ് കൊടുത്താൽ പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം, അപകട മേഖലയാണെന്ന്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. കുറ്റം പറ്റി കാര്യമില്ല. എല്ലാം മാന്യമായിട്ട് ശ്രദ്ധിക്കുക, അതാണ് സംഗതി. അതേക്കാൾ ഉപരി നമ്മൾ ഇപ്പോൾ നമുക്ക് വാഹനങ്ങളുടെ എണ്ണം എത്രയോ ഇരട്ടി കൂടി. 70-ന് ശേഷമായിട്ട് 100 ഇരട്ടി കൂടിയാണ് വാഹന എണ്ണം കൂടിയത്. അതേസമയത്ത് റോഡ് അതിന് മാത്രം ഇല്ല. ഉള്ളതിൽ ചില റോഡുകൾ അല്പം നന്നാക്കിയപ്പോൾ വാഹനങ്ങൾ പൊതുവെ സ്പീഡ് കൂടുതലാണ്. അങ്ങനെ വന്ന ഒരു റോഡാണ് പഴയ MC റോഡിൻ്റെ ഭാഗമായ മെയിൻ സെൻട്രൽ റോഡ്. നമുക്ക് 2 റോഡാണുള്ളത്, മെയിൻ സെൻട്രൽ റോഡ്, ഒന്ന് ഹൈവേ. അതിൽ അങ്കമാലി തുടങ്ങി കിളിമാനൂർ വഴി ട്രിവാൻഡ്രത്ത് പോകുന്ന മെയിൻ സെൻട്രൽ റോഡിൻ്റെ അങ്കമാലി തൊടുപുഴ ഭാഗം കുറേ വർഷമായിട്ട് നന്നായി പണിതാണ്. അവിടെ സ്പീഡ് കൂടുതലാണ്, അപകടം കൂടുതലാണ്. അതൊരു പ്രത്യേക പോയിൻ്റാണ്.
പുൽവഴി, റോഡ് വീതി കൂട്ടി ടാർ ചെയ്ത് സുന്ദരമായ ഓടി വരാണ്. ചെറിയ വളവുണ്ട്, അവിടെ ബ്രേക്ക് അതായത് ബ്രേക്കറിന് മറ്റുള്ള വാക്ക് വന്നുണ്ട്, ബ്രേക്കിംഗ് ഇതുണ്ട്. ആ സംവിധാനം ഉണ്ടാക്കി വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ ഇനിയും ഒരുപടി അപകടങ്ങൾ വരും. പിന്നെ ഇന്നലെ 2 പയ്യന്മാരുടെ പിള്ളേർ മരിച്ചു. അതിന് മുമ്പ് അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റോടും പോലീസോടും ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്നലെ പൂജാരിയെ പോലീസ് വന്ന് വെലുങ്ങ് വെച്ച് കൊണ്ടുപോയി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് റിപ്പോർട്ട്. അതിനെക്കുറിച്ച് സംഘപരിവാർ ചില ചാനൽ പറയുന്നത് അങ്ങനെ പൂജാരി കൊണ്ടുപോകാൻ പാടില്ല, പിന്നീട് അങ്ങനെ മുന്നറിയിപ്പില്ല, സുപ്രീം കോടതി പറഞ്ഞ ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്, നിയമങ്ങളൊന്നും പാലിച്ചില്ല, വെലുങ്ങ് വയ്ക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ശരിയാണ്, അതൊക്കെ ശരിയാണ്. ആ പൂജാരിയെ പോലെയുള്ള ആൾ അറസ്റ്റ് ചെയ്ത് അത് വെളുപ്പങ്കലമുള്ള ആർട്ടർ കൊണ്ടുപോകുന്നത് ഉചിതമല്ല, നമ്മൾ സമ്മതിക്കണം. അവിടെ വ്യക്തി സ്വാതന്ത്ര്യം ചിലത് ഹരിക്കപ്പെട്ടിട്ടുണ്ട്, അതും ശരിയാണ്, അതൊന്നും സംശയമില്ല. പക്ഷേ സംഘപരിവാർ ചോദിക്കാനുള്ളത്, വടക്കേ ഇന്ത്യയിൽ യു പിയിലും മധ്യപ്രദേശിലും ആന്ധ്രയിലും മറ്റതൊക്കെ നമ്മുടെ ഗുണ്ട രാജ് പോലെ ബുൾഡോസർ രാജില്ലേ, അതെന്ത് ന്യായമാണത്? പാർട്ടിക്ക് വേണ്ടത്ര മുന്നറിയിപ്പ് കൊടുക്കാതെ, നോട്ടീസ് കൊടുക്കാതെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ബുൾഡോസറായിട്ട് വന്ന് വീട് തകർക്കാന്നുള്ള എന്ത് ന്യായമുണ്ടോ സംഘപരിവാറെ? നിങ്ങൾക്ക് കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരും, മറ്റുള്ളവർക്ക് കഴിയുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് കുഴപ്പം. ഇന്ന് YMCAയിൽ ഒരു പരിപാടി ഉദ്ഘാടനം നമ്മുടെ ജസ്റ്റിസ് പറഞ്ഞു, എല്ലാവർക്കും തുല്യനീതി വേണം, എല്ലാവരും ഒരുപോലെ കാണണമെന്ന്. നല്ല കാര്യമാണ്, അതിന് ഞങ്ങൾ പറഞ്ഞത് തുല്യനീതി, സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ് അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം. ഇതങ്ങനെ കാണുന്നില്ല, അതാണ് സംഗതി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നെ അതുപോലെ തുല്യനീതിയായിട്ട് കണക്കാക്കിയാൽ ഒരു സംശയമില്ല, ഒരു തെറ്റുമില്ല, നല്ല കാര്യമാണ്. ഇപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, കൂടുതൽ സമയം എടുക്കുന്നില്ല. എന്നറിയോ, മഴ കാണും മറ്റാണ്. ഒന്ന്, നമ്മുടെ ധാരണ ലോക പോലീസ് എന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ് എന്നാണ്. പക്ഷേ ആ അമേരിക്കൻ പ്രസിഡന്റിനെ പോലും നിയന്ത്രിക്കുന്ന 2 ശക്തി ലോകത്തുണ്ട്. അതിലൊന്ന് മദ്യവിൽപ്പന, ലഹരി വിൽപ്പനക്കാരും മറ്റു ആയുധ വിൽപ്പനക്കാരാണ്. അത് ഒരു വിൽപ്പനക്കാർ മാത്രമല്ല, അതൊക്കെ ലോബി എന്ന് പറയും. വെറും വിൽപ്പനക്കാരാണെങ്കിൽ ഇപ്പോൾ ലോബി എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ആയുധ ലോബി, അല്ലെങ്കിൽ അത് പ്രത്യേക ഘടനയാണ്. അത് ലോബി എന്ന് വെച്ചാൽ, ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ കുറേ കാലത്തൊക്കെ യുദ്ധമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പമീല എന്നൊരു അദ്ദേഹം സ്റ്റാഫിനായിട്ട് ലൈംഗിക കേസ് എടുത്തിട്ട് അദ്ദേഹം നാറ്റിച്ചപ്പോൾ അദ്ദേഹം സുഡാനിലേക്ക് കുറച്ച് മിസൈൽ അയച്ചു. ആ മിസൈൽ പായിച്ചോടി പിന്നെ ആ കേസ് തീർന്നുപോയി, ഒന്നുമില്ലാതെ. അതുപോലെയാണ് ശവപ്പെട്ടി നിർമ്മിക്കുന്നവന് ശവം ഉണ്ടാകണം, ഇല്ലേ? അപ്പോൾ ആയുധം നിർമ്മിക്കാൻ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്? 2 കാര്യമാണ്. ഒന്ന്, അവൻ കണ്ടുപിടിച്ച് പുതിയ പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കണം. മറ്റൊന്ന്, പഴയ ആയുധങ്ങൾ കത്തിച്ച് തീർക്കണം. വെറുതെ കളയാൻ പറ്റുമോ? വെറുതെ കളയാൻ പറ്റുമോ? അപ്പോൾ അതിന് എവിടെയെങ്കിലും ഒരു രാജ്യത്ത് അവർ ചെയ്യണം. അവൻ്റെ നാട്ടിൽ ചെയ്യില്ല. അങ്ങനെ ഇറാഖ്, ലിബിയ പോലുള്ള സ്ഥലങ്ങൾ, മറ്റു ചില പിന്നെ വിയറ്റ്നാം പോലുള്ള സ്ഥലങ്ങളൊക്കെ അമേരിക്കയുടെ ആ ആയുധ ലോബി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റഷ്യക്ക് വേണ്ടി കണ്ടുപിടിച്ച ആയുധങ്ങളുണ്ട്. അതായത് ക്ലസ്റ്റർ ബോംബ് എന്നൊക്കെ പറയും. അതിനെ 10 അടിയൊക്കെ കോൺക്രീറ്റ് വരെ തുറന്ന് അടിയിലേക്ക് എത്താൻ പറ്റിയ ബോംബുകൾ. അത് ഇറാഖിൽ കൊണ്ട് ഇട്ടതാണ്. എന്തൊരു ഞാൻ ഇത് ചെയ്തത് ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഈ ആയുധ ലോബിക്ക് ആണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നയിക്കുന്നെങ്കിൽ ആയുധ ലോബിയുടെ ആഗ്രഹത്താണ് അവൻ ആയുധം വിൽക്കണം എന്നാണ്. അത് വലിയ ബിസിനസ്സാണ്. ലോകത്ത് ഏറ്റവും വലിയ ബിസിനസ് ആയുധ വിൽപ്പനയും പിന്നെ ലഹരി വിൽപ്പനയും. ഈ ലഹരി നമ്മൾ ഒരു കുപ്പി കള്ളോ അല്ലെങ്കിൽ ഒരു ഗ്രാം കഞ്ചാവല്ല, 1 കിലോയ്ക്ക് ഹെറോയിൻ പോലുള്ള സാധനങ്ങൾ $1 കോടി വെച്ചാൽ 100 കോടി ഇന്ത്യൻ രൂപ വരും ഏകദേശം 1 കിലോയ്ക്ക്. ഇന്ന് സ്വർണ്ണത്തിന് 1 കിലോയ്ക്ക് എത്രയാണ് വരുന്നത്?
50,000 സോറി 1 ഗ്രാമിന് അല്ലെങ്കിൽ 1 കിലോയ്ക്ക് ഇപ്പോഴും 10-200 കോടി, 1 കിലോയ്ക്ക് ഇപ്പോഴും വളരെ ഇത്രയും കാശ് വരുന്നില്ല. ഇത് 1 കിലോയ്ക്ക് ഏതാണ്ട് 100 കോടി വരുന്നുണ്ട്. അതിൽ എത്ര ഇരട്ടിയാണ് ഈ സ്വർണത്തേക്കാൾ ഇത്ര ഇരട്ടി വിലയാണ്, സ്വർണത്തിനേക്കാൾ ഇത്ര ഇരട്ടി വിലയാണ് ഈ ലഹരിക്ക് ഇതിനുള്ളത്. അപ്പോൾ ഈ വ്യവസായം ലോകത്ത് നയിക്കുന്ന ഇവരാണെങ്കിൽ ലോകത്ത് ഇതുപോലെ ലഹരി പദാർത്ഥ വിൽപ്പനയും ആയുധ വിൽപ്പനയും നടന്നേ തീരൂ, അല്ലെങ്കിൽ നടത്തിയേ തീരൂ. ഇല്ലെങ്കിൽ അത് ഒരു സിറ്റുവേഷൻ കൊടുക്കും. ഇപ്പോൾ അധ്യാപകൻ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യാന്നല്ലേ, ആ ഒരു സാഹചര്യം ഒപ്പിച്ചാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാം എന്ന് പറയും പോലെ ഒരു തയ്യാറെടുപ്പുണ്ടാവും. അതാണ് കാണുന്നത്. ഈജിപ്ത്, ഇസ്രായേലിലാണെങ്കിലും ലെബനോണിലാണെങ്കിലും മറ്റ് ഫലസ്തീനിലാണെങ്കിലും കാണുന്നത്. അത് ലോകാവസാനം വരെ ഉണ്ടാവും. അത് മാറാനും പോകുന്നില്ല. അതിനിടയിൽ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടത അനുഭവിക്കുക, നീറി മരിക്കുക, രോഗങ്ങൾ കൊണ്ടും ഭക്ഷ്യക്കുറവ് കൊണ്ടും മലിനജലം കുടിച്ചും അങ്ങനെ കഷ്ടപ്പെട്ട് ജനകോടികൾ ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണാനോ അതിനൊക്കെ ചോദ്യം ചെയ്യാനോ ഒരു ശക്തിക്കും താല്പര്യമില്ല. അത് ഇന്ത്യയിലുമില്ല, ലോകത്തുമില്ല, മറ്റ് കേരളത്തിൽ പോലുമില്ല. ഭരിക്കുന്ന കക്ഷിയെ സംബന്ധിച്ച് അവർ നേട്ടം ഉണ്ടാക്കണം, ഭരിക്കണം, അഴിമതി ചെയ്യണം. ഇത് അധികാരത്തിന് പിറകെ പോകുന്നൊരു അഴിമതി ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന, അല്ലെങ്കിൽ അധികാരം ഇല്ലാതെ ജനങ്ങളെ സേവിക്കാം. അതിനവർ ഒരു കാര്യം അറിഞ്ഞാൽ മതി. എന്ത് വേണം? നോളജ്, യൂണിവേഴ്സൽ നോളജ്, ലോക പരിജ്ഞാനം ഉണ്ടായാൽ മതി. അല്ല യൂണിവേഴ്സിറ്റി നോളജ് വേണം നിർബന്ധമില്ല. ഒട്ടേക്ക് നല്ലത് തന്നെ. യൂണിവേഴ്സൽ നോളജ്, ലോക പരിചയം വേണം. അപ്പോൾ അത് മതി. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം നടക്കുന്നു എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ GST, പെട്രോളിൻ്റെ ഇന്ധന വില GSTയിൽ ചേർക്കാം എന്ന് പറഞ്ഞ് സീതാരാമൻ, നമ്മുടെ ധനകാര്യമന്ത്രി, അങ്ങനെ സംസാരം നടത്തുന്നുണ്ട്. ഇതിൽ എല്ലാ മുഖ്യമന്ത്രിമാരെയും വിളിച്ചു കൂട്ടും. എല്ലാ മുഖ്യമന്ത്രിമാരും സമ്മതിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ആരെയും എതിർത്താൽ നടക്കാമല്ല. ഒരിക്കൽ നമ്മൾ വിളിച്ചു കൂട്ടിയാണ്. അന്ന് പലരും എതിർത്ത്. ഭരണത്തിൽ BJP ഭരിക്കുന്നത് മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരും ഒരു സമ്മതിച്ചില്ല. കാരണം അവർ കണ്ടുപോകാൻ കാശ് കിട്ടും. ഇപ്പോൾ ഏതാണ്ട് ഒരു 50, 25, 56, 60% പേര് ടാക്സ് ആയിട്ട് പോകുന്നത് ഇന്ധനത്തിൽ. 40% ഇന്ധന വിലയുള്ളൂ. അത് GST വേണമെങ്കിൽ 28% വരുള്ളൂ. ഇതിൽ പകുതിയായി ടാക്സ് കുറയും. പകുതി കുറയുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പോലും ഇത് അനുകൂലിക്കുമെന്നല്ല. അതിനെന്താ ചെയ്യുക? ഭരണകക്ഷി ഇങ്ങനെ നിയമം ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ പ്രതിപക്ഷത്തെ കൊണ്ട് തൊടിയോറ് മാന്തിക്കും. അപ്പോൾ അവർ സമ്മതിക്കില്ല. അത് ഏതെന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മുതലാളിയുടെ വഴി പുറകിലുണ്ടാവും, അതിൻ്റെ ഫ്രണ്ടിൽ ഏതോ പാവപ്പെട്ട വഴിയുണ്ടാവും. അപ്പോൾ മുതലാളി ചോദിക്കും, മുതലാളി പറയും എത്ര വഴി എടുത്ത് എന്നെ ചോദിക്കാനുണ്ടോ, നിങ്ങൾ എടുത്തു പറയും. എന്നിട്ട് അത് ഒരു കാര്യം പറയും, ഒരറ്റമൽ തുടങ്ങാമെന്നും പറയും. എന്നിട്ട് ആദ്യമുള്ള പാവപ്പെട്ട് 2 സെൻറ്റോ 3 സെൻറ്റെങ്കിൽ അത് കൊടുക്കരുത് പറഞ്ഞാൽ അവിടെ നമ്മൾ ചട്ടം കെട്ടും. അവൻ കൊടുക്കില്ല. അപ്പോൾ ഇത് കിട്ടുമോ? അതുപോലെ തന്ത്രമാണ്. ഇനി പ്രതിപക്ഷം ഭരിക്കുന്ന മുഖ്യമന്ത്രി ചില സമ്മതിക്കില്ലാതെ അങ്ങനെ വരുമ്പോൾ നടപ്പാവില്ല. അപ്പോഴും ജനങ്ങൾ കഷ്ടപ്പെടും. അപ്പോൾ അനീതിക്കെതിരെയും അക്രമത്തിനെതിരെയും അനാചാരത്തിനെതിരെയും പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ യുവ നേതൃത്വം അവർ പോലും, പ്രത്യേകിച്ച് ഇടതുപക്ഷപ്പെട്ട യുവജനങ്ങൾ പോലും മുഴുവൻ അവർക്ക് ക്രയവിക്രയം ചെയ്യാതെ അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യാൻ പറ്റാതെ സംഭവം എടുക്കുകയാണ്. പണ്ട് DYFI, SFI എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പലതും ജീവനും കൊടുത്ത് അവരധ്വാനം കൊണ്ടൊക്കെയാണ് പല അനാചാരങ്ങളും അനീതികളും ഈ ലോകത്ത് മാറ്റിയത്, കേരളത്തിൽ മാറ്റിയത്. ഇപ്പോൾ സിനിമ എടുത്താൽ അനാചാരം മാത്രമല്ല, അന്ധവിശ്വാസമല്ല എല്ലാം കാണിക്കും. സീരിയലൊക്കെ എടുത്താലും സിനിമ എടുത്താലും അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുകയാണ്. പണ്ട് DYFI പോലുള്ളവരും SFI പോലുള്ളവരൊക്കെ രക്തം ചീന്തിയാണൊക്കെ മാറ്റി ഒരു പരിധിയിലുണ്ടാക്കി. ഇന്നിപ്പോൾ വീണ്ടും പഴയത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പോലും നിയന്ത്രണം വരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. സിനിമ എടുത്താലും സീരിയൽ എടുത്താലും അന്ധവിശ്വാസവും അനാചാരം പ്രോത്സാഹിപ്പിക്കുന്നത്. അത് വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കാത്ത ഏതെങ്കിലും കഥ പറയുന്നുണ്ടോ സിനിമയിൽ? കാരണം വിവാഹത്തിന് ഗർഭം ധരിച്ചാൽ മാത്രമല്ലേ അത് ഒരു ആൾക്കാർക്ക് രസമുള്ളൂ. അത് തെറ്റല്ലേ? വിവാഹത്തിന് ഗർഭം ധരിക്കാൻ തെറ്റല്ലേ? അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എല്ലാ സിനിമ സീരിയൽ എടുത്താലും കഥാതത്വം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ നിലയിലും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും വളർത്തിയെടുക്കുക എന്നതിനേക്കാൾ ഉപരി ആ സീരിയൽ മുന്നോട്ട് കാണണം, ആൾക്കുണ്ടാകണം. അതിനുള്ള സാഹചര്യം ഒപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്.
അങ്ങനെ പോയി ജനങ്ങളെയും രാജ്യത്തെ തന്നെയും അനാചാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അനീതിയിലേക്കും തള്ളിവിടുന്ന ഒരു ഭരണകൂട ആണ് ലോകത്ത് തന്നെ, ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല, ഞാൻ കേരള ഗവൺമെൻറ്റിനെ കുറിച്ചല്ലേ വരുന്നത്. അതിന് നമ്മളെ കാത്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരാൾ നന്ദി. ജയ് ഹിന്ദ്.